നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 8ാമത്തെ യൂണിറ്റായ വണ്ടേഴ്സ് ഓഫ് സ്കൈ അല്ലെങ്കിൽ ആകാശ വിസ്മയങ്ങൾ, ആ യൂണിറ്റിൻ്റെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം നോട്ട്സാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് മീഡിയം നോട്ട്സും മലയാളം മീഡിയം നോട്ട്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ ഒബ്സർവ് ചെയ്യാം. ഈ ഒരു പിക്ചറിനെ ബേസ് ചെയ്ത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ ഷാഡോ ഓഫ് ദ ട്രീ ബി സീൻ ഇൻ ദ മോർണിംഗ്? രാവിലെ ഈ മരത്തിൻ്റെ ഷാഡോ, ഈ മരത്തിൻ്റെ നിഴൽ ഏത് ദിശയിലായിരിക്കും കാണുന്നത്? ഏത് ദിശയിലായിരിക്കും? ദ ഷാഡോ വിൽ സ്പ്രെഡ് ടുവാർഡ്സ് ദ വെസ്റ്റ്. മരത്തിൻ്റെ നിഴൽ രാവിലെ പടിഞ്ഞാറ് ദിശയിലായിരിക്കും അല്ലേ? നിങ്ങൾക്കറിയാം സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? സൂര്യൻ ഉദിച്ചു വരുന്നത് ഈസ്റ്റ് സൈഡിലാണ്, ഈസ്റ്റ് കിഴക്ക് ഭാഗത്താണ് അല്ലേ? അപ്പോൾ സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഈസ്റ്റിലാണ് സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? വെസ്റ്റ്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ വെസ്റ്റ് സൈഡിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത്. മനസ്സിലായോ? പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ദ ഷാഡോ ഈസ് ലോങ്ങർ. പിന്നെ രാവിലത്തെയും വൈകിട്ടത്തെയും ഷാഡോ എങ്ങനെയായിരിക്കും? ലെങ്ത് കൂടുതലായിരിക്കും അല്ലേ? നല്ല ലോങ്ങർ, നല്ല നീളം കൂടുതലായിരിക്കും. അതാണ് ആൻസർ. എന്താണ്? നിഴലിന് നീളം കൂടും, പടിഞ്ഞാറ് ദിശയിലേക്കായിരിക്കും നിഴൽ വ്യാപിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ ഷാഡോ ഓഫ് ദിസ് ട്രീ ബി ഇൻ ദ ഈവനിങ്? ഈവനിങ്ങിൽ അല്ലെങ്കിൽ വൈകുന്നേരത്ത് ഏത് ഡയറക്ഷനിലായിരിക്കും ഷാഡോ കാണപ്പെടുന്നതെന്ന്? വൈകുന്നേരത്തെ ഏത് ഡയറക്ഷനിലായിരിക്കും? വൈകുന്നേരത്തെ ആകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ്. സൂര്യൻ എവിടെയാണ് അസ്തമിക്കുന്നത്? സൺസെറ്റ് എവിടെയാ? സൺസെറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പം നിഴൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ വെസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഈസ്റ്റ്, കിഴക്ക് അല്ലേ? അപ്പം നിഴൽ കാണപ്പെടുന്നത് എവിടെയായിരിക്കും? കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ ഈസ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ആൻസർ നോക്കിയുള്ളൂ. ദ ഷാഡോ വിൽ സ്പ്രെഡ് ടുവാർഡ്സ് ദ ഈസ്റ്റ്. ഷാഡോ കാണപ്പെടുന്നത് എവിടെയായിരിക്കും? ഈസ്റ്റിലായിരിക്കും. ആൻഡ് ദ ഷാഡോ ഈസ് ലോങ്ങർ. നമുക്കറിയാം രാവിലത്തെയും വൈകിട്ടത്തെയും ഷാഡോ എങ്ങനെയായിരിക്കും? നല്ല നീളമുള്ളതായിരിക്കും അല്ലേ? നിങ്ങൾ രാവിലെ വൈകിട്ടും ഇറങ്ങി നിന്ന് നോക്കിയാൽ മതി, അപ്പോൾ അറിയാം. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ നിഴലിന് നീളം കൂടും, കിഴക്ക് ദിശയിലേക്കായിരിക്കും നിഴൽ വ്യാപിക്കുക. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ക്യാൻ യു സീൻ ഇൻ അറ്റ് നൂൺ? നൂൺ സമയത്ത്, അതായത് ഉച്ച സമയത്ത് നിഴലിൽ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത്? ഉച്ച സമയത്ത് എങ്ങനെയായിരിക്കും? നമുക്കറിയാം ഉച്ച സമയത്ത് സൂര്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലായിരിക്കും, നേരെ മുകളിലായിരിക്കും അല്ലേ? അപ്പോൾ എന്ത് മാറ്റമാണ്? അപ്പം നമ്മുടെ തലയ്ക്ക് മുകളിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ നമ്മുടെ നേരെ താഴെ ആയിരിക്കും നിഴൽ രൂപപ്പെടുന്നത്. മാത്രമല്ല നിഴൽ എന്തായിരിക്കും? ഷോർട്ടർ ആയിരിക്കും, വളരെ ചെറിയ ഒരു ഷാഡോ അല്ലെങ്കിൽ നിഴലായിരിക്കും അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ ആൻസർ നോക്കിയോളൂ. ദ ഷാഡോ വിൽ അപ്പിയർ ജസ്റ്റ് ബിലോ ദ ട്രീ. മരത്തിൻ്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും ഷാഡോ അപ്പിയർ ആവുന്നത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ദ ഷാഡോ ഈസ് ഷോർട്ടർ. ഷാഡോ എന്ന് പറയുന്നത് വളരെ നീളം കുറവായിരിക്കും അല്ലേ? ഷോർട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിഴലിന് നീളം കുറയും, മരച്ചുവട്ടിലായിരിക്കും നിഴൽ കാണപ്പെടുക. അടുത്ത നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു പരീക്ഷണം എഴുതാനാണ് കേട്ടോ. വിൽ ദ ഷേപ്പ് ഓഫ് ദി ഷാഡോ ബി സെയിം അറ്റ് ഓൾ ടൈംസ്? ഒരു വസ്തുവിന് എപ്പോഴും ഒരേ ആകൃതിയിലുള്ള നിഴലാണോ ഉണ്ടാകുന്നത്? ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് ഡു എ സിമ്പിൾ എക്സ്പെരിമെൻറ്റ്. ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് ആണ്, ഒരു പെൻ വേണം, പിന്നെ ഒരു ക്രിക്കറ്റ് ബോൾ വേണം, ഒരു പീസ് ഗ്ലാസ് വേണം, പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേണം, പ്ലേറ്റ് വേണം, സ്റ്റീൽ ഗ്ലാസ് വേണം, ഫുട്ബോൾ വേണം. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഹോൾഡ് ഈച്ച് ഒബ്ജക്റ്റ് എഗൈൻസ്റ്റ് ദ വാൾ ഇൻ ഡിഫറെൻറ്റ് വേസ് ആൻഡ് ലൈറ്റ് ദ ടോർച്ച് ഓൺ ടു ദം. അതായത് ഈ പറയുന്ന ഓരോ വസ്തുവും നമ്മുടെ ചുമരിന് നേരെ പല രീതിയിൽ പിടിച്ച് അവയിലേക്ക് നമ്മൾ ടോർച്ച് കത്തിച്ച് നോക്കണം. എന്നിട്ട് ടാബ്ലേറ്റ് യുവർ ഒബ്സർവേഷൻസ്, നമ്മുടെ ഒബ്സർവേഷൻസ് നമ്മൾ എഴുതണം. അതാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് വഴി കിട്ടുന്ന ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് നോക്കിയോളൂ. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം രണ്ടും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തു, പെൻ. ആദ്യം പേനയാണ് നമ്മൾ എടുക്കുന്നത്. ഷേപ്പ് ഓഫ് ദി ഷാഡോ, ഷാഡോയുടെ ഷേപ്പ് എന്ത് ചെയ്യുന്നു? ദ ഷേപ്പ് ചേഞ്ചസ്, രൂപം മാറുന്നുണ്ട് അല്ലേ? ഷേപ്പ് നമ്മൾ പേന പല രീതിയിൽ പിടിച്ചാൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് പല തരത്തിലുള്ളതായിരിക്കും. അപ്പോൾ എന്താണ്? ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ? അടുത്ത ഫുട്ബോളിൻ്റെ ഷേപ്പ് എന്താണ്? ഒരു സർക്കിൾ ഷേപ്പാണ് അല്ലേ? അപ്പോൾ ദ ഷേപ്പ് ഡസ് നോട്ട് ചേഞ്ച്. ഇവിടെ ഷേപ്പ് ചേഞ്ച് ആവുന്നില്ല, അത് സർക്കിൾ ഷേപ്പായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഫുട്ബോൾ നമ്മൾ എങ്ങനെ പിടിച്ച് നോക്കിയാലും അതിൻ്റെ രൂപമൊന്നും മാറുന്നില്ല. അടുത്ത ക്രിക്കറ്റ് ബോൾ ആണെങ്കിലോ ഷേപ്പ് ഡസ് നോട്ട് ചേഞ്ച്, അവിടെ ഷേപ്പ് ഡസ് നോട്ട് ചേഞ്ച് ആണ്. ഇനി ഗ്ലാസ് ആണെങ്കിലോ
നോ ഷാഡോ ഈസ് ഫോംഡ്. ഗ്ലാസ് ആയതുകൊണ്ട് അത് ട്രാൻസ്പാരൻ്റ് ആണ്, ഒപ്പക് ഒബ്ജക്റ്റ് അല്ല. ഒപ്പക് ഒബ്ജക്റ്റ് ആണെങ്കിൽ മാത്രമേ അവിടെ ഷാഡോ ഫോം ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇത് ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് അവിടെ എന്ത് രൂപപ്പെടുന്നില്ല, ഷാഡോ രൂപപ്പെടുന്നില്ല. അടുത്തത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. അവിടെ ഷേപ്പ് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ആവുന്നു. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇരിക്കുന്നത് ആണ് അല്ലേ. അപ്പോൾ അവിടെ ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ രൂപം മാറുന്നുണ്ട്. ഇനി ഒരു പ്ലേറ്റ് എടുത്താൽ അവിടെ ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ട്, അപ്പോൾ രൂപം മാറുന്നുണ്ട്, പ്ലേറ്റിൻ്റെ രൂപം മാറുന്നുണ്ട്. ഇനി സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലോ അവിടെയും ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ട് അല്ലെങ്കിൽ രൂപം മാറുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെയും ഷാഡോ എപ്പോഴും ഒരുപോലെ ആയിരിക്കോ? ഇല്ല, വ്യത്യാസപ്പെടുന്നുണ്ട് അല്ലേ. ആ ഒരു ഒബ്സർവേഷനിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. നമുക്കത് എങ്ങനെ നമ്മുടെ സയൻസ് ഡയറിയിൽ ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഏത് കൺക്ലൂഷനിലാണ് എത്തിച്ചേർന്നത്? നോ, ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ആൾവേസ് കാസ്റ്റ് എ ഷാഡോ ഓഫ് ദി സെയിം ഷേപ്പ്. ഒരു വസ്തുവിന് എല്ലായ്പ്പോഴും ഒരേ ആകൃതിയിലുള്ള നിഴലല്ല ഉണ്ടാകുന്നത്. ഇനി എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനും ആൻഡ് ആൻസേഴ്സും നമുക്ക് നോക്കാം. ഡു ഓൾ ദ ഒബ്ജക്ട്സ് കാസ്റ്റ് ഷാഡോസ്? എല്ലാ വസ്തുക്കളും നിഴൽ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് അവിടെ ഒരു വസ്തു നിഴലുണ്ടാക്കില്ല. ഏതാ? ഗ്ലാസ് അല്ലേ. ഓൾ ഒപ്പക് ഒബ്ജക്ട്സ് ഫോം ഷാഡോസ്. എല്ലാ ഒപ്പക് എന്ന് വെച്ചാൽ അതാര്യ വസ്തുക്കളും മാത്രമേ ഷാഡോ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മുടെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, ഗ്ലാസ് എന്ന് പറഞ്ഞത് ഒരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് ആണ്. അതെന്തുണ്ടാക്കുന്നില്ല? ഷാഡോ ഉണ്ടാക്കുന്നില്ല. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് സൈഡ് ഓഫ് ദി സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് ദ ഷാഡോ ഫോംഡ്? ഈ നിഴൽ രൂപപ്പെടുന്നത് നമ്മുടെ ലൈറ്റ് സോഴ്സിൻ്റെ ഏത് വശത്താണ്? നമ്മുടെ ലൈറ്റ് സോഴ്സിൻ്റെ ഏത് വശത്താണ് ഷാഡോ രൂപപ്പെടുന്നത്? ഷാഡോ ഫോംസ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദി സോഴ്സ് ഓഫ് ലൈറ്റ്. സോഴ്സ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശ സ്രോതസ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, എതിർദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത്. അടുത്തത്, വിച്ച് വേർ ദ ഒബ്ജക്ട്സ് ദാറ്റ് ഓൾവേസ് ഫോംഡ് ഷാഡോ ഓഫ് ദ സെയിം ഷേപ്പ്? ഏതൊക്കെ ഒബ്ജക്ട്സിലാണ് എല്ലായ്പ്പോഴും ഒരേ തരത്തിലുള്ള ഷാഡോ ഉണ്ടാകുന്നത്? അതായത് ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഏത് ഡയറക്ഷനിൽ പിടിച്ചാലും നമുക്ക് ഉണ്ടാകുന്ന ഷാഡോ ഒരേപോലത്തെ ഷാഡോ ആയിരിക്കും. അത് ഏതൊക്കെ ഒബ്ജക്റ്റിലാണ്? ഫുട്ബോളും ക്രിക്കറ്റ് ബോളും നമ്മൾ കാണിച്ചപ്പോൾ ഒരേപോലത്തെ ഷാഡോ ആണ് ഉണ്ടായത് അല്ലേ. ഓൺലി സ്പെറിക്കൽ ഒബ്ജക്ട്സ് ഓൾവേസ് ഫോം സർക്കുലർ ഷാഡോ. സ്പെറിക്കൽ ഷേപ്പിലുള്ള, അതായത് സ്പെറിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 3D ഷേപ്പാണ്. അപ്പോൾ സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒബ്ജക്ട്സിൽ മാത്രമേ സർക്കുലർ ഷേപ്പിലുള്ള ഷാഡോ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഗോളാകൃതിയിലുള്ള വസ്തുക്കൾ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഗോളാകൃതിയിലുള്ള 2 വസ്തുക്കളാണ് നമ്മളിവിടെ എടുത്തത്. ഏതൊക്കെയാണ്? ഫുട്ബോളും ക്രിക്കറ്റ് ബോളും. അടുത്തത്, ദ എർത്ത്, ദ മൂൺ ആൻഡ് അതർ സെലസ്റ്റിയൽ ബോഡീസ് ആർ ഒപ്പക് ഒബ്ജക്ട്സ്. ഡു ദേ ഫോം ഷാഡോസ്? അതായത് എർത്ത്, മൂൺ, പിന്നെ മറ്റുള്ള ആകാശഗോളങ്ങൾ ഇതെല്ലാം ഒപ്പക് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. അവയൊക്കെ ഷാഡോ ഫോം ചെയ്യുന്നുണ്ടോ? അവയൊക്കെ നിഴലുണ്ടാക്കുന്നുണ്ടോ എന്ന്. ഒപ്പക് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതാര്യ വസ്തുക്കൾ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അവയൊക്കെ ഷാഡോ ഉണ്ടാക്കോ? The earth, moon and other celestial bodies do not allow sunlight to pass through it. Hence shadow is formed on the other side. ഭൂമി, ചന്ദ്രൻ, മറ്റ് ആകാശഗോളങ്ങൾ എന്നിവ സൂര്യപ്രകാശം അതിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നില്ല. അതിനാൽ അവയുടെ മറുവശത്ത് നിഴൽ രൂപം കൊള്ളുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒപ്പക് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അവിടെ നിഴൽ ഉണ്ടാകുന്നുണ്ട്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദി എർത്ത് ഷാഡോ? ഭൂമിയുടെ നിഴലിൻ്റെ ആകൃതി എന്താണ്? ഇറ്റ് ലുക്സ് ലൈക്ക് എ കോൺ ഐസ്ക്രീം കപ്പ്. കോൺ ഐസ്ക്രീമിൻ്റെ കപ്പ് പോലെയാണ് ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ട്സ് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് എർത്ത്സ് ഷാഡോ? ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബീയിങ് ആൻ ഒപ്പക് ഒബ്ജക്റ്റ്, ദ എർത്ത് ഫോംസ് ഇറ്റ്സ് ഷാഡോ. ഭൂമി ഒരു ഒപ്പക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതാര്യ വസ്തു ആയതിനാൽ അത് നിഴൽ രൂപപ്പെടുന്നു. രണ്ടാമത്തത്, the shadow of the earth is always formed in the direction opposite to the sun. സൂര്യൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അല്ലെങ്കിൽ എതിർ ദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. The earth shadow gradually diminish and finally disappears as it moves away. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി അവസാനം അതില്ലാതാകുന്നു അല്ലെങ്കിൽ ഡിസപ്പിയർ ആകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഗസ് വെദർ ഇറ്റ് വിൽ ബി ഡേ ഓർ നൈറ്റ് വെദർ എർത്ത് ഷാഡോ ഇസ് ഫോംഡ്. എർത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രിയായിരിക്കുമോ എന്ന്. ഭൂമിയുടെ നിഴൽ എവിടെയാണോ രൂപപ്പെടുന്നത് ആ ഭാഗത്ത് പകലാണോ രാത്രിയാണോ എന്ന്. ഏതായിരിക്കും? നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് എപ്പോഴും എന്തായിരിക്കും? നൈറ്റ് അല്ലെങ്കിൽ രാത്രിയായിരിക്കും. ഇൻ എ സെലസ്റ്റിയൽ സ്ഫിയർ ഇറ്റ് ഈസ് എ ഡേ
where the light falls and the night where the shadow is formed. ഒരു സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് വെച്ചാൽ ആകാശഗോളത്തെ സംബന്ധിച്ച് എവിടെയാണോ ലൈറ്റ് വന്ന് പതിക്കുന്നത്, പ്രകാശം പതിയുന്ന ഭാഗത്ത് അവിടെ ഡേ ആയിരിക്കും, പകലായിരിക്കും. നിഴലുണ്ടാകുന്ന ഭാഗത്ത് രാത്രിയുമായിരിക്കും. ആൻഡ് നൈറ്റ് വെയർ ദ ഷാഡോ ഇസ് ഫോംഡ്. ഷാഡോ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ നിഴലുണ്ടാകുന്ന ഭാഗത്ത് എന്തായിരിക്കും? നൈറ്റ്, രാത്രിയായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആർ ദ ഷാഡോസ് ഓഫ് ഓൾ സെലസ്റ്റിയൽ ബോഡീസ് ആർ ദ സെയിം സൈസ്? എല്ലാ സെലസ്റ്റിയൽ ബോഡീസിൻ്റെയും ഷാഡോസിന് ഒരേ വലിപ്പമായിരിക്കുമെന്ന് ആണോ? എല്ലാ ആകാശഗോളങ്ങളുടെയും നിഴലിൻ്റെ വലിപ്പം ഒരുപോലെയാണോ? ദ സൈസ് ഓഫ് ദി ഷാഡോസ് വേരീസ് വിത്ത് ദ ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദി സെലസ്റ്റിയൽ ബോഡീസ്. ആകാശഗോളങ്ങളുടെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് അവയുടെ നിഴലിൻ്റെ വലിപ്പത്തിനും വ്യത്യാസമുണ്ടാകുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് ദ പ്രോബബിൾ പൊസിഷൻ ഓഫ് ദി മൂൺ ഇൻ ദ ഷാഡോ ഓഫ് ദ എർത്ത്. അതായത് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ ഇവിടെ 2 പൊസിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ ആ ഫിഗർ? അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൽ ദ മൂൺ കംസ് ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് ദ എർത്ത്. മൂൺ, അതായത് നമ്മുടെ ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ. ദ എർത്ത് കംസ്, രണ്ടാമത്തെ ഫിഗറിൽ ദ എർത്ത് കംസ് ഇൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ. സണ്ണിനും മൂണിനും ഇടയിൽ എർത്ത് വരുന്നു. അപ്പോൾ ഈ 2 പൊസിഷനിൽ ഈ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ളത് ഏത് സ്ഥാനത്താണ്? എ ആയിരിക്കോ ബി ആയിരിക്കോ? നമുക്കറിയാം സൂര്യനാണ് ഇവിടെ ലൈറ്റ് സോഴ്സ് അല്ലേ, പ്രകാശ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പോൾ സൂര്യൻ്റെ നിഴൽ പതിക്കുന്ന ഭാഗത്ത് പകലായിരിക്കും അല്ലേ, എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നിഴൽ രൂപപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ളത് ഏത് ഫിഗറിലായിരിക്കും? എയിലായിരിക്കോ ബിയിലായിരിക്കോ? ചന്ദ്രനിൽ ഭൂമിയുടെ നിഴൽ ഉണ്ടാകണം, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി, ഫിഗർ ബിയിലാണ് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നത് കേട്ടോ. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നത് ബി ഫിഗറിലാണ് അല്ലേ. അപ്പോൾ ആദ്യം ലൈറ്റ് സോഴ്സ് സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ പതിക്കുന്നു. ആ ഭാഗത്ത് എന്തായിരിക്കും? ഡേ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഭൂമിയുടെ നിഴലാണ്. അപ്പോൾ ഈ നിഴൽ ചന്ദ്രനിൽ പതിക്കണമെങ്കിൽ ചന്ദ്രൻ അവിടെ ഏറ്റവും അങ്ങറ്റം ചന്ദ്രൻ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ അല്ലേ. മനസ്സിലായോ? അടുത്ത ഒരു ക്വസ്റ്റ്യനെ, ദ ഫിഗർ ബിലോ ഷോസ് ദ സെലസ്റ്റിയൽ സ്ഫിയേഴ്സ്, the sun and the earth and the moon's orbit. B, C and D are the various positions in the path through which the moon revolves round the earth. താഴെ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ സൂര്യൻ, ഭൂമി എന്നീ ആകാശഗോളങ്ങളും ചന്ദ്രൻ്റെ പരിക്രമണ പാതയുമാണുള്ളത്. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്ന പാതയിലെ വിവിധ സ്ഥാനങ്ങളാണ് ബി, സി, ഡി എന്നിവ. ഇപ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടായിരിക്കും. കണ്ടല്ലോ, ബിയും സിയും ഡിയും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. 1, അറ്റ് വിച്ച് ദീസ് പൊസിഷൻസ് ഡസ് ദ മൂൺ എൻ്റർ ദ എർത്ത് ഷാഡോ? ഈ തന്നിട്ടുള്ള പൊസിഷനിൽ ഏത് പൊസിഷനിലാണ് എർത്തിൻ്റെ ഷാഡോയിൽ, ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നതെന്ന്? ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നത് ഏത് പൊസിഷനിലെത്തുമ്പോഴാണ്? ഇവിടുത്തെ ബി എന്ന് പറയുന്ന പൊസിഷൻ. ബി എന്ന് പറയുന്ന പൊസിഷനിലാണ് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നത് കേട്ടോ. ചന്ദ്രൻ ഭൂമിയുടെ നിഴലിലേക്ക് എൻ്റർ ചെയ്യുന്നത് അല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവേശിക്കുന്നത് ബി എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ മൂൺ എൻ്റർ കംപ്ലീറ്റ്ലി ഇൻ ദ എർത്ത് ഷാഡോ? ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിൽ വരുന്നത്? ഇവിടെ നോക്ക്, ബി എന്ന് പറയുന്ന ഒരു പൊസിഷനിലെത്തുമ്പോൾ ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നു. സി പൊസിഷൻ കണ്ടോ, അവിടെ എത്തിയപ്പോൾ ചന്ദ്രൻ പൂർണ്ണമായിട്ടും ഭൂമിയുടെ നിഴലിലായി. അപ്പോൾ സിയിലെത്തുമ്പോഴാണ് പൂർണ്ണമായും ഭൂമിയുടെ നിഴലിൽ വരുന്നത് നമ്മുടെ ചന്ദ്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വിച്ച് പോയിന്റ് ഡസ് ദ മൂൺ കം ഔട്ട് ഓഫ് ദി എർത്ത് ഷാഡോ? ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ നിന്നും പൂർണ്ണമായും പുറത്തെത്തുന്ന സ്ഥാനം ഏതാണ്? നിങ്ങൾ പറഞ്ഞേ ഏതാണെന്ന്. ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏത് പൊസിഷനിലാ. ഡി പൊസിഷനിൽ അല്ലേ. ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ നിന്നും പൂർണ്ണമായി പുറത്തെത്തുന്ന സ്ഥാനം, അല്ലെങ്കിൽ അറ്റ് വിച്ച് പോയിന്റ് ഡസ് ദ മൂൺ കംസ് ഔട്ട് ഓഫ് ദി എർത്ത് ഷാഡോ? ഏതാ? ഡി എന്ന് പറയുന്ന പൊസിഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.